ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും 4 ചേരുവ കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ഹെൽത്തിയും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു കടലപ്പൊടി കട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ കടലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പം കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കറിയിൽ ചേർക്കാൻ അരക്കുന്നത് പോലെ ഫൈനായിട്ടൊന്നും അരച്ചെടുക്കണ്ട. അതുപോലെ ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവമായി വരുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് മാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ അല്പം നെയ്യൊന്ന് തേച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ നല്ല രുചികരമായിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. ഇനി നമുക്ക് വീണ്ടും നല്ല അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.